നമസ്കാരം, ഞാൻ സിനോബി. ഇടപ്പറമ്പി ഫാംസിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ നിൽക്കുന്നത് അങ്കമാലിക്കടുത്ത് കിടങ്ങൂരുള്ള എൽസി ചേച്ചിയുടെ വീട്ടിലാണ്. ഇന്ന് ഇവിടെ നമ്മളെ കാത്തിരിക്കുന്ന പശുക്കളും ആടുകളും കോഴികളുമാണ്. പിന്നെ ഇവിടുത്തെ പശു വളർത്തൽ വളരെ ലാഭകരമായിട്ടാണ് മുന്നോട്ട് പോകുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്നത് എൽസി ചേച്ചിയുടെ പശു വളർത്തലും അനുബന്ധ കാര്യങ്ങളുമാണ്. ഇനി നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഇതാണ് നമ്മുടെ എൽസി ചേച്ചിയുടെ പറമ്പി ഫാമിലേക്ക് സ്വാഗതം. അപ്പോൾ ഈ ഒരു പശു വളർത്തൽ മേഖലയ്ക്ക് വന്നിട്ട് ഒരുപാട് നാളായോ? എനിക്ക് എൻ്റെ വീട്ടിൽ പശു ഉണ്ടായിരുന്നു. ചേച്ചിയുടെ വീട്ടിൽ പശു ഉണ്ടായിരുന്നു. എൻ്റെ അപ്പച്ചന് എനിക്ക് പാല് കുടിക്കാൻ വേണ്ടിയിട്ട് ഒരു പശുവിനെ കൊണ്ടുവന്ന് തന്നതാണ്. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ അതിനെ കൊടുത്തു. പിന്നെ എനിക്ക് എൻ്റെ ഒരു കൊച്ചു സുഖമില്ലാത്ത കുട്ടി ഉണ്ടായിരുന്നു. അതിന് വേണ്ടി അതിന് ഒരു പശുവെ എനിക്ക് എൻ്റെ സിസ്റ്റേഴ്സ് ആയിട്ട് ഒരു പശുവിനെ തന്നതാണ്. പിന്നെ ഞാൻ വേറെ പശുക്കളെയും വാങ്ങിച്ചു. പിന്നെ ബിസിനസ് പരമായിട്ട് എൻ്റെ മക്കളെ പഠിപ്പിക്കാനും കാര്യങ്ങൾ നടത്താനും എല്ലാത്തിനും കൂടി പശു 3 എണ്ണം ഇപ്പോൾ ഉണ്ടായിട്ട് 2 എണ്ണം ഉണ്ടായിരുന്നേ. ഇപ്പോൾ 3 എണ്ണമായിട്ട് ഒരു 10 വർഷത്തോളമായി. മാറി 3 എണ്ണം ഒഴിഞ്ഞിട്ടില്ല. 3 എണ്ണം ഉണ്ടാവും. ഞാൻ 2 കിടാക്കളെ വളർത്തി ഇവിടെ നിന്ന് പ്രസവിച്ച് ഉണ്ടായ കുട്ടികൾ 2 നല്ല പശുക്കളുണ്ടായിരുന്നു. ഒരെണ്ണം ഇപ്പോൾ ചത്തുപോയി. അതാരണം കൊണ്ട് ഇപ്പോൾ വേറെ 2 എണ്ണത്തിനെ ഇപ്പോൾ വാങ്ങിയതാ. എൽസി ചേച്ചിയുടെ അപ്പനായിട്ട് 25 വർഷങ്ങൾക്ക് മുമ്പ് കൊടുത്ത ഒരു നാടൻ പശുവിൽ നിന്നാണ് ചേച്ചിയുടെ പശു വളർത്തലിന്റെ തുടക്കം. ഈ തുടക്കം ഒരിക്കലും മോശമായില്ല. കാരണം പിന്നീട് 20 ലിറ്ററിലധികം പാൽ വീടുകളിൽ കൊടുക്കുന്ന ഒരു ബിസിനസ് ആയിട്ട് മാറുകയാണ് ചെയ്തത്. ഒരു ചേട്ടൻ എന്നെ ഇങ്ങനെ കറന്ന് കാണിച്ചു തന്നു. എൻ്റെ ചേട്ടനെ അറിയില്ലായിരുന്നു. അടുത്ത വീട്ടിലെ ഒരു ചേട്ടൻ കാണിച്ചു തന്നു. ഇങ്ങനെ പിടിച്ച് കൈ മടക്കി ഇങ്ങനെ വലിക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ വലിച്ചു പഠിച്ച് പിന്നെ ശരിക്കും കറക്കാൻ നല്ല പെട്ടെന്ന് സ്പീഡായി നല്ലോണം കറക്കാൻ അറിയാം. ഒന്നും അറിയില്ലായിരുന്നു. എനിക്കൊന്നും അറിയില്ലായിരുന്നു. എനിക്ക് അറിയാവുന്നത് ആകെ പുല്ല് വെട്ടാൻ ഇത്തിരി അറിയായിരുന്നു. പിന്നെ ഞങ്ങളുടെ വീട്ടിൽ കൃഷി ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് വൈക്കോലുണ്ടാവും. പിന്നെ പുല്ല് വെട്ടാൻ മാത്രമേ എനിക്ക് അറിയുള്ളായിരുന്നു. പിന്നെ നമ്മൾ ആരും ആശ്രയിക്കണ്ട. നമ്മുടെ കയ്യിൽ എപ്പോഴും പൈസ ഉണ്ടാവും. ചേട്ടൻ്റെ പോക്കറ്റ് കൈയിടണ്ട. പാല് കൊടുത്താലും പിന്നെ മക്കൾക്ക് എപ്പോഴും നല്ല പാല് കൊടുക്കാമല്ലോ. കൊച്ചുങ്ങൾ 4 കുട്ടികളായിരുന്നു എനിക്ക്. അതിൻ്റെ ഒരു കുട്ടി സുഖമില്ലാത്ത കുട്ടി ഉണ്ടായിരുന്നു. അവൾ 26 വയസ്സിലാണ് മരിച്ചത്. പിന്നെ അപ്പോൾ നല്ല പാല് കിട്ടും നമുക്ക്. പിന്നെ എൻ്റെ കയ്യിൽ നിന്ന് ഒത്തിരി പേര് പാല് വാങ്ങി കൊണ്ടുപോകുന്നുണ്ട് ഇവിടുന്ന്. ഞാൻ വർഷങ്ങളായിട്ട് 25 വർഷം സ്ഥിരം ആർക്കും പാല് ഇതേവരെ മുടങ്ങിയിട്ടില്ല. 10-15 ലിറ്ററോളം പാല് പുറമെ ഇവിടെ കൊടുക്കുന്നുണ്ട്. അപ്പൊ ചേച്ചിക്ക് അപ്പച്ചനും ഒരു പശുവിനെ തന്നെന്ന് പറഞ്ഞില്ലേ? അപ്പൊ അത് ഏതിനായിരുന്നു? അത് തനി നാടൻ പശുവായിരുന്നു. ഒരു 2 ലിറ്റർ അത്രയും അല്ല, ഒരു 4 ലിറ്റർ അങ്ങനെയൊക്കെ കിട്ടുള്ളായിരുന്നു. അതുകൊണ്ട് നമുക്ക് ഇവിടെ വീട്ടാവശ്യം നടക്കുള്ളൂ. പിന്നെ കുറച്ച് പാലൊക്കെ കൊടുക്കാൻ പറ്റുള്ളൂ. പിന്നെ ഈ ഒരു നല്ലൊരു ഇനത്തിലേക്ക് പിന്നീട് എങ്ങനെ വന്നു? അത് ഞാൻ പറഞ്ഞില്ലേ, നല്ലൊരു പശുവിനെ വാങ്ങണം. നമ്മൾ ചിലവ് തീറ്റയൊക്കെ ഒരുപോലെയാണ്. നാടത്തിക്കും വലിയ പശുക്കൾക്കും ഒക്കെ ഒരുമാതിരി ഇച്ചിരി വ്യത്യാസമൊക്കെ ഉള്ളൂ. അപ്പം നല്ല പശുക്കളെ വളർത്തി കഴിഞ്ഞാൽ നമുക്ക് ആദായം കൂടുതൽ കിട്ടുമല്ലോ. ഡയറി കൊടുക്കാം. അങ്ങനെ പകുതി പാല് ഡയറി കൊടുക്കും. എപ്പോഴും പകുതി പാല് വീടുകളിൽ കൊടുക്കും. വീടുകളിൽ കൊടുക്കുമ്പോൾ നമുക്ക് ഇത്തിരി കൂടി പൈസ കിട്ടും. കാര്യം ഡയറിയിൽ ഇപ്പോൾ ബ്ലോക്ക് അടിസ്ഥാനത്തിലൊക്കെ പൈസ കിട്ടുന്നുണ്ട് കുറച്ചൊക്കെ. എന്നാലും അവിടെ കൊടുത്താൽ നമുക്ക് ഈ 60 രൂപ ലിറ്ററിന് കിട്ടൂല. ഇതിപ്പോ പുറത്ത് കൊടുത്ത 1 ലിറ്റർ പാലിന് 60 രൂപ കിട്ടും. നല്ല പാലാണെങ്കിൽ നമ്മുടെ കയ്യിൽ നിന്ന് വാങ്ങും ആരായാലും. എൽസി ചേച്ചിയുടെ തൊഴുത്തിൽ 3 ഇനം പശുക്കളാണുള്ളത്. ഇതിൽ HF-ഉം ജേഴ്സിയും ഗിറിന്റെ ക്രോസുമാണ് ഉള്ളത്. ഇങ്ങനെ 3 ഇനങ്ങളെ ഒരു തൊഴുത്തിൽ വളർത്തുമ്പോൾ വീടുകളിൽ പാൽ കൊടുക്കുമ്പോൾ ഒരു പരാതി ഉണ്ടാവില്ല. ഇത് ഗീറിപ്പെട്ട കൂട്ടാണ്. ഇതിന് നമ്മൾ വാങ്ങിയതാ. ഈ 2 പശു വാങ്ങിയതാ. ഇതിപ്പോ ഒരു 6 മാസമായിട്ടുള്ളൂ. ഇതേപോലത്തെ വേറെ ഒരെണ്ണം ഉണ്ടായിരുന്നു. അത് നല്ല പശുവായിരുന്നു. അത് നല്ല തനി ബ്ലാക്ക് പശുവായിരുന്നു. അതിനെ ഇതേപോലെ ചെന പിടിക്കാതിട്ട് കൊടുത്തത്. അപ്പൊ ഇതിന് ഏകദേശം നല്ല അത്യാവശ്യം പാല് കിട്ടും നമുക്ക്. ഇവൾക്ക് അത്ര നമ്മൾ വിചാരിച്ചത്രയും പാല് കിട്ടുന്നില്ല. ഇവൾക്ക്
എൻ്റെ കുട്ടി ഉണ്ടായിരുന്നു, മൂരിക്കുട്ടിയായിരുന്നു. ഇപ്പൊ 3 മാസമായപ്പോ ഞാൻ കൊടുത്തു അതിന്. ഇത് ഫസ്റ്റത്തെ പേരാണ്, ഇത് ആദ്യത്തെയാണ്. ആദ്യത്തെ പ്രസവം. അപ്പൊ ഈ ഒരു രണ്ടാമത്തെ പശു അപ്പൊ ഇതിനെയും ഞാൻ വാങ്ങിയതാ. എൻ്റെ ഒരു പശു ചത്തു പോയിട്ട് അതിനെ വാങ്ങിയതാണ്. അപ്പം എത്ര പ്രസവത്തിലുള്ള പശുവിനൊക്കെ വാങ്ങണേ? ആദ്യത്തെ ചേട്ടൻ കടിഞ്ഞിപ്പേറ വാങ്ങുള്ളൂ. അത് ആദ്യത്തെ പ്രസവം ആവുമ്പോ നമുക്ക് കാൽസ്യക്കുറവൊന്നും വരില്ല. അടുത്ത പ്രസവത്തിന് പാല് കൂടുതൽ കിട്ടും. അങ്ങനെയൊക്കെയുള്ള ഉദ്ദേശം വെച്ചിട്ടാണ് നമ്മൾ വാങ്ങിക്കുന്നത്. അപ്പം ആ ഒരു പശുവിനോ അപ്പുറത്തെ പശുവിനോ? അത് നമ്മുടെ വീട്ടിലുണ്ടായ പശു. ഇത് ബ്ലാക്ക് ആൻഡ് വൈറ്റാ. ബ്ലാക്ക് ആൻഡ് വൈറ്റ് കൂട്ടാം, പക്ഷെ അത്രയും വലിപ്പത്തിൽ വന്നില്ല. എന്നാൽ അവൾക്ക് നല്ല പാലുണ്ട്, 9 ലിറ്റർ പാല് കിട്ടൂലേ? ഇതിപ്പോ രണ്ടാമത്തെ പ്രസവത്തിന് ചെനയാണ്. ബ്ലാക്ക് ആൻഡ് വൈറ്റ് എപ്പോഴും നല്ലത് പാല് കിട്ടാൻ. പാലിന് ഇത്തിരി കൊഴുപ്പ് കുറഞ്ഞാലും ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഇനത്തിന് പാല് കൂടും. പാല് കൂടും. ബ്ലാക്ക് ആൻഡ് വൈറ്റ് എപ്പോഴും പാല് കൂടുന്നതിനാ, പക്ഷെ ഇവൾക്കും നല്ല പാലുള്ളതിനാ. ഇത് ജേഴ്സിയാണോ തോന്നുന്നു. ജേഴ്സി പശുവാണോ വ്യത്യസ്തമായിട്ടാ. ഇവളുടെ പാല് നല്ല നല്ല കൊഴുപ്പുള്ള പാലാ. അത് വീടുകളിൽ കൊടുക്കുമ്പോ എപ്പോഴും ഇച്ചിരി നല്ല പാലുണ്ടായ അവര് വീട്ടുകാർക്ക് അതൊരു ഉപകാരമാണല്ലോ. നല്ല പാലായിട്ട് കിട്ടുമല്ലോ. രണ്ട് പശുവിന്റെ പാല് കൂട്ടി അങ്ങ് വീടുകളിൽ കൊടുത്താൽ അത് ഏറ്റവും നല്ല പാലിന് എനിക്ക് ഈ പ്രാവശ്യം ഡയറിന്ന് ക്യാഷ് അവാർഡ് കിട്ടി. അതൊക്കെ കിട്ടി. ഡയറിയിൽ ഏറ്റവും വില കൂടിയ പാല് ഏറ്റവും നല്ല പാലായിട്ട് കൊടുത്തേന്. ചെറുകിട ക്ഷീരകർഷകർക്ക് എന്ന് കുട്ടികളെ വളർത്തിയെടുക്കുന്നതാണ് ലാഭം. നല്ല ഇനം കുട്ടികളെ ലഭിച്ചു കഴിഞ്ഞാൽ ഒരു ക്ഷീരകർഷകനും കുട്ടികളെ വിറ്റുകളയില്ല. ഇത് തന്നെയാണ് എൽസി ചേച്ചിയുടെ പശു വളർത്തലും നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഞാൻ നല്ല കുട്ടികളെ കിട്ടുവാണെങ്കിൽ കൊടുക്കില്ല, ഞാൻ തന്നെ വളർത്തും. ഞാൻ 2 നല്ല പശുക്കളെ. അത് നല്ല പശു എന്ന് വെച്ചാൽ ഒരെണ്ണത്തിന് ഒരു ദിവസം 19 ലിറ്റർ പാല് കിട്ടുമായിരുന്നു. രാവിലെ 14-15 ലിറ്റർ പാല് രാവിലെ കറക്കും. ഒരു 7-8-9 ലിറ്റർ പാലോളം ഉച്ചതിരിഞ്ഞ് കറക്കുമായിരുന്നു. അതിനെ മൂന്നാമത്തെ പ്രസവമായപ്പോഴേക്കും ചെന പിടിക്കാതെയായി. അതിനെ കൊടുത്തിട്ട് ഇപ്പോൾ വാങ്ങിച്ചതാ അതിനെ. പിന്നെ വേറൊരു കിടാവുണ്ടായിരുന്നു, നല്ല കിടാവായിരുന്നു. 1 വയസ്സ് 2 മാസമായപ്പോഴേക്കും ആള് കുത്തിവെച്ച് ചെന പിടിച്ചു. 8.5 മാസമായി അവളുടെ എളി ഇറങ്ങിപ്പോയി. ഒത്തിരി ചികിത്സിച്ചു. 10-15,000 രൂപയുടെ ചികിത്സ നടത്തി. ഗ്ലൂക്കോസ് കുത്തി പല പണിയൊക്കെ ചെയ്ത് എനിപ്പിച്ച് നിർത്തി. ഈ മെഷീനിൽ എനിപ്പിച്ച് നിർത്തി. അങ്ങനെ 5-8 ദിവസം പെട്ടെന്ന് ആൾക്ക് ഒരു പനി വന്നിട്ട് ആള് വീണിട്ട് പിന്നെ എണീറ്റില്ല. സപ്പോർട്ട് കൊടുത്തില്ല എണീറ്റ് നിൽക്കാൻ. അപ്പോൾ തന്നെ കിടന്നിട്ട് അന്ന് തന്നെ വൈകുന്നേരം ആയപ്പോൾ അപ്പോൾ ഡോക്ടറെ വിളിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു തനിയെ ആള് മരിക്കും, ഇന്നോ നാളെയോ ഇങ്ങനെ നോക്കിയിട്ട് ഇങ്ങനെ മരുന്ന് ചെയ്യണ്ട എന്ന് പറഞ്ഞു. അന്ന് ഉച്ച തിരിഞ്ഞ് ഒരു 2 മണിയായപ്പോഴേക്കും ആള് തൊഴുത്തിൽ പോയി. അത് ഓർത്ത് പിന്നെ മേടിക്കണ്ട പശുക്കളെന്നൊക്കെ ഓർത്തിരുന്നേ. പിന്നെയും എനിക്ക് തൊഴുത്തുണ്ട്, ഒത്തിരി വൈക്കോലും ഇരിക്കും വാങ്ങിച്ചു വെച്ചായിരുന്നു. പിന്നെ എപ്പോഴും നമുക്ക് എപ്പോഴും ഒരു കുട്ടികളെ കാണുമ്പോൾ ഒരു സന്തോഷമല്ലേ. ക്ഷീര കർഷകനെ സംബന്ധിച്ച് വൈക്കോൽ പുറത്തുനിന്ന് വാങ്ങുമ്പോൾ വലിയ തുക മുടക്കേണ്ടി വരും. എന്നാൽ ഇവിടെ കൂടുതലും പാലക്കാട് നിന്ന് നേരിട്ട് വാങ്ങുന്ന വൈക്കോലായതുകൊണ്ട് തന്നെ വളരെ വിലക്കുറവാണ്. പിന്നെ പെല്ലറ്റിന്റെ കാര്യത്തിലാണെങ്കിൽ KS-ഉം കേരള ഫീഡും ചേച്ചി ഇവിടെ മാറി മാറി നൽകുന്നുണ്ട്. വൈക്കോല് വാങ്ങും. പിന്നെ ഞാൻ പോയി പുല്ലരിഞ്ഞു കൊണ്ടുവരും. പാടൊക്കെ ഉണ്ടാവും, അവിടെ പോയി പുല്ലരിഞ്ഞു കൊണ്ടുവരും. പുല്ല് നമ്മളങ്ങനെ ശരിക്കും പറഞ്ഞ കണക്കിനൊന്നുമല്ല കൊടുക്കണേ. അവർക്ക് കോരിയിട്ട് കൊടുക്കും, അത്രേ ഉള്ളൂ. ശരിക്കും നല്ല ഫാമുകളിലൊക്കെ കറക്റ്റ് അളവ് പുല്ല് ഇത്ര കിലോ അങ്ങനെയൊക്കെ കൊടുക്കുക. നമ്മൾ അങ്ങനെയൊന്നും നോക്കിയല്ല കൊടുക്കുക, കൊടുക്കണം. വൈക്കോല് ഉണ്ടാവും. ഞാൻ പറഞ്ഞില്ലേ പുല്ലിന് പോകാൻ പറ്റാതെ വരുമ്പോഴാണ് നമ്മൾ വൈക്കോല് ഇട്ട് കൊടുക്കുന്നത്. പച്ചപ്പുല്ല് എപ്പോഴും വേനൽക്ക് എപ്പോഴും പച്ചപ്പുല്ല് നല്ലതല്ലേ. അത് പാടത്ത് പോവാൻ സമയം അല്ലെങ്കിൽ പറ്റാതെ ആയതുകൊണ്ടാണ് വൈക്കോല് വാങ്ങിച്ച് വെച്ചേക്കണേ. വർഷത്തായിട്ട് നമുക്ക് വൈക്കോലുണ്ടെങ്കിൽ പിന്നെ പേടിക്കണ്ടല്ലോ. വൈക്കോല് തൃശ്ശൂർ ആ ഭാഗത്ത് പാലക്കാടൻ വൈക്കോല് വരും. ഇതിപ്പോ പാലക്കാടൻ വൈക്കോല് വന്നതാ.
ഇത് നമുക്ക് 300 രൂപയ്ക്ക് ഇവിടെ ഇറക്കി തന്ന് അടക്കി തന്നിട്ട് അവര് പോയി. തീറ്റ നമ്മള് കേസ് കടയിൽ നിന്ന് അവര് വണ്ടിക്ക് ഇവിടെ കൊണ്ടുവന്ന് ഇറക്കി തരും. 460 ഇപ്പൊ എത്ര വില അങ്ങനെയാന്ന് തോന്നുന്നു. ഒന്നിച്ചിങ്ങനെ ഇറക്കണ കാരണം കൊണ്ട് നമ്മൾക്ക് ഒരു മാസത്തേക്ക് 10 ചാക്ക് നമ്മൾ ഇറക്കും. പിന്നെ പൊടിത്തവിട്, പിന്നെ ഈ ഗോതമ്പിന്റെ പൊടിത്തവിട് കൊടുക്കും. അപ്പൊ ഏകദേശം നമ്മുടെ പശുക്കൾക്ക് എന്തോരം കൊടുക്കും ചേച്ചി? ഇത് അത് പാലിന്റെ അനുസരിച്ചാണെങ്കിൽ 1 ലിറ്ററിന് നമ്മള് അധികമായിട്ട് 3 കിലോ 4 കിലോ ഒക്കെ മിനിമം. അങ്ങനെ കൂടുതൽ അധികം നല്ല പാലുള്ളപ്പോൾ കൂടുതൽ പാലിന് വേണ്ടിയിട്ട് കേസ് കുറച്ച് കൂടുതലിട്ട് കൊടുക്കും. പാല് കുറച്ച് എന്ന് വെച്ചാൽ ഇപ്പൊ ഇവർക്ക് വരെ മിനിമം, കാരണം 3 എണ്ണത്തിനും പാല് ഏതാണ്ട് ഏകദേശം ഒരേപോലെയാണ്. അപ്പൊ ഒരു കൊടുക്കും. തവിടുണ്ടാവും, പൊടിത്തവിട് വേറെ കൊടുക്കും. പൊടിത്തവിടും കൂട്ടി അങ്ങ് കൊടുക്കണേ. പിന്നെ അരിയുള്ളപ്പൊക്കെ കഞ്ഞി വെച്ച് കൊടുക്കാറുണ്ട്. അങ്ങനെ കൊടുത്താൽ തിന്നോളും, വെള്ളവും കുടിച്ചോളും. അങ്ങനെ കൊടുക്കണ്ടേ, അതാണ് ശരിക്കും രീതി. ഇത്തിരി വെള്ളം കൂടി അങ്ങോട്ട് കൂട്ടി കൊടുക്കും. അല്ല, അവള് എടുത്തിട്ട് പൊക്കുമ്പോ കൊറേ പോവും അവിടെ, ഈ തിരി തന്നെ വെച്ച് കൊടുക്കുമ്പോ. അവളിങ്ങനെ വായം കൊണ്ട് ഇങ്ങനെ എടുത്ത് തലയും കൊണ്ട് പൊക്കിയിട്ട് എടുത്ത് തിന്നുമ്പോ കൊറേ തിരി താഴെ പോവും. അതുകൊണ്ടാണ് ഇച്ചിരി വെള്ളത്തിൽ വെച്ച് കൊടുത്തത്. ഇവിടെ എൽസി ചേച്ചിക്ക് 3 കറവ പശുക്കളെ ഉള്ളൂ എങ്കിലും കാലത്ത് മാത്രം ഇടക്കറവയിൽ 20 ലിറ്ററോളം പാൽ കിട്ടുന്നുണ്ട്. ഇതിൽ പകുതിയിലധികം വീടുകളിലാണ് പാൽ വിൽപ്പന. ഇപ്പൊ ഒരു 7 ഒരു 20 ലിറ്റർ പാല് ഇപ്പൊ ഉള്ളു രാവിലെ. അത് പകുതി വീടുകളിൽ കൊടുക്കും നമ്മള്, പകുതി ഡയറി കൊണ്ട് കൊടുക്കും, നമ്മുടെ സൊസൈറ്റി കൊണ്ട് കൊടുക്കും. കുറച്ച് നമുക്ക് വീട്ടില് ആവശ്യമുണ്ടല്ലോ. ഇപ്പൊ പിള്ളേരില്ലാത്തത് കൊണ്ട് പിന്നെ പാലിന് അത്രയും ചെലവില്ല. എന്നാലും ഞാൻ ആടുംപാല് രാവിലെ ചായക്ക് ആട്ടുംപാൽ എടുക്കുക. മഴക്കാലത്തും ചാണകം ഉണക്കി വിൽക്കുക എന്നത് ഒരു ക്ഷീര കർഷകനെ സംബന്ധിച്ചിടത്തോളം ഒരു സ്വപ്നം മാത്രമാണ്. എന്നാൽ ഇത് സാധിക്കുമെന്ന് എൽസി ചേച്ചി നമ്മെ കാണിച്ചു തരികയാണ്. ഇതിന് കാരണം ഈ ചാണക്കുഴി പണിതിരിക്കുന്ന രീതിയാണ്. ഇവിടെ പച്ചച്ചാണം ഇടുമ്പോണ്ടല്ലോ, നമുക്ക് കോഴികളുണ്ട്. ആ കോഴികൾ തെരഞ്ഞു കഴിയുമ്പോൾ അത് ഇവിടെ വന്നിങ്ങനെ വീണ് നല്ല ഉണക്ക തന്നെ ഇങ്ങോട്ട് തിരിഞ്ഞു കൊടുക്കും. അപ്പൊ ഇതിപ്പോ മുന്നേ ആദ്യം കാര്യം ഇത് ഇത്രേ ഉണ്ടായുള്ളൂ കുഴി, അവിടെ നിന്ന് പിന്നെ നീട്ടിയെടുത്തതാ. അപ്പൊ ഇതിനകത്ത് ആ പച്ചച്ചാണം വർഷമായാലും നമുക്ക് ഇങ്ങനെ ഉണക്കച്ചാണം കിട്ടും ഇവിടെ. ഇത് പിന്നെ പൊളിച്ച് അങ്ങനെ പയ്യെ ചെരിഞ്ഞു, ഈ ഒറ്റ ഇതായിട്ട് കെട്ടിയ തേച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ അത് ചെരിഞ്ഞ് വീണ് കഴിഞ്ഞപ്പോ പിന്നെ അപ്പൊ നോക്കി കഴിയുമ്പോ ഇത് നല്ല ഐഡിയാണ്, നല്ല ഉണക്കച്ചാണം കിട്ടും. ഇപ്പൊ ഇത് ഇന്നലെ കൊണ്ടുപോയുള്ളൂ 1000 രൂപയ്ക്ക് ഒരു ലോഡ്, വലിയ ടിപ്പർ വണ്ടിക്ക് ഒരു ലോഡ് കൊണ്ടുപോയതാ. ഉണക്കച്ചാണം തന്നെ, പൊടിച്ചാണം. പശു വളർത്തലിനെ പോലെ തന്നെ ലാഭകരമായ മറ്റൊന്നാണ് ആട് വളർത്തൽ. ഇവിടെ ആടുകളെ കൂട്ടി തന്നെ ഇട്ടാണ് വളർത്തുന്നത്. അതുകൊണ്ട് തന്നെ ആടുകൾ നഷ്ടപ്പെടുമോ എന്നുള്ള ഭയമില്ല. കൊച്ചിന് പാലിന് വേണ്ടി ആട്ടുംപാല് കൊടുക്കാൻ പറഞ്ഞ കഫക്കെട്ടിന് അങ്ങനെ തുടങ്ങിയതാണ്. ഇപ്പൊ തന്നെ 3, 4, 5, 6, 7, 8 എണ്ണവും കുഞ്ഞുങ്ങളും ഉണ്ട്. 5 കുഞ്ഞുങ്ങളും ഉണ്ട്. പിന്നെ ഇതിറ്റങ്ങള് 3 എണ്ണം ഇപ്പൊ ചെനയാ. ആ 3 എണ്ണം ചെനയാ, ഇവള് ചെനയാ. 4 എണ്ണം ചെനയാ, 3 എണ്ണം പ്രസവിച്ചേക്കണ്. ഇത് നമുക്ക് ഈ പശുവിന്റെ ഒപ്പം തന്നെ ആടിനെ വളർത്താൻ, അത് ഈ പുല്ലിനൊക്കെ പോയാലും നമുക്ക് 2 പേർക്കും ഒപ്പം ഇട്ട് കൊടുക്കാലോ. പശുവിനും കൊടുക്കാം, ആടിന്റെ ബാലൻസ് പശു തിന്നോളും. അവ വേസ്റ്റ് ഒട്ടും പോകുന്നില്ല. പിന്നെ ഇപ്പൊ കേസ് ഒക്കെ തന്നെയാണ് ഇവർക്കും കൊടുക്കുന്നത്. കേസ് ആടും തീറ്റ വേറെ ഉണ്ട്, അത് വാങ്ങിച്ചിരുന്നേ. അപ്പൊ ഇപ്പൊ ഈ കേസ് കൊണ്ടുവരുമ്പോ അതും ഈ കൂട്ടത്തിൽ അതും നടന്നു പോകോളും. പിന്നെ ഒരു മുട്ടനെ ഞാൻ കൊടുത്തത് 20,000 രൂപയ്ക്ക്, ഒരെണ്ണത്തിന് 25,000 രൂപയ്ക്ക് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഒരു ക്രോസ് ചെയ്യാനായിട്ട് മുട്ടനും ഉണ്ടാവും. അതിന്റെ കൂടെ ഇതൊക്കെ നമ്മള് ശരിക്കും പറഞ്ഞാ ഇതിന്റെ തള്ള മാത്രമേ നമ്മൾ വാങ്ങിച്ചുള്ളൂ. ഇതൊക്കെ കുഞ്ഞുങ്ങളായിട്ട് ഉണ്ടായതാ.
വിലപ്പെട്ട സമയം ഞങ്ങൾക്ക് വേണ്ടി ചെലവഴിച്ചതിന് നന്ദി പറയുന്നു. ഇനിയും നല്ല രീതിയിൽ പശുക്കളെ വളർത്താൻ സാധിക്കട്ടെ. അപ്പോൾ ഇത്രയും സമയം നമ്മൾ കണ്ടുകൊണ്ടിരുന്നത് എൽസി ചേച്ചിയുടെ പശു വളർത്തലാണ്. ഇതോടെ ഞങ്ങളുടെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. ഞങ്ങളുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അടുത്തൊരു നല്ലൊരു വീഡിയോയുമായി ഞങ്ങൾ വരുന്നതാണ്. അതുവരെ നമസ്കാരം.